തൃശൂരിലെ മറ്റത്തൂരിന് പിന്നാലെ പാറളത്തും UDF വോട്ട് BJPക്ക് മറിച്ചു എന്ന ആരോപണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു UDF അംഗത്തിന്റെ വോട്ട് അസാധുവായി. ഇതോടെ പഞ്ചായത്തിൽ ആദ്യമായി BJP അധികാരത്തിലെത്തി. BJPയുടെ അനിതാ പ്രസന്നനാണ് പഞ്ചായത്ത് പ്രസിഡന്റായത്. സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഒരു കോൺഗ്രസ് അംഗം വോട്ട് അസാധുവാക്കിയിരിക്കുന്നു. അതോടെ BJPക്ക് പ്രസിഡന്റ് പദവി ലഭ്യമായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, തൃശ്ശൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് തൊട്ട് പിന്നാലെ വിവാദങ്ങൾക്ക് പുറകെ ഓരോ വിവാദങ്ങളായി അല്ലെങ്കിൽ ഓരോ ആരോപണങ്ങളായി ഉയർന്നു വരികയാണ്. ഇപ്പോൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് തൊട്ട് പിന്നാലെ പാറളം ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിൽ UDFന്റെ ഒരു വോട്ട് BJPക്ക് വേണ്ടി മറച്ചു എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് ശനിയാഴ്ച നടന്ന ഈ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് UDF അംഗത്തിൻ്റെ ഒരു വോട്ട് അസാധുവായി പോയി. ഈ വോട്ട് അസാധുവായതോടെ ആ പഞ്ചായത്തിൽ BJP അധികാരത്തിലേറുകയും BJPയുടെ അംഗമായിട്ടുള്ള അനിതാ പ്രസന്നൻ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവിടുത്തെ കക്ഷിനില ഇങ്ങനെയായിരുന്നു: 6 സീറ്റ് വീതം BJPയും അതുപോലെ തന്നെ UDFും പങ്കുവച്ചു. അതുപോലെ തന്നെ LDFന് 5 സീറ്റായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലാണ് UDFന്റെ ഒരു അംഗത്തിൻ്റെ വോട്ട് അസാധുവായത്. അതിന് പിന്നിലെ സംഭവം ഇങ്ങനെയാണ്. അതായത് ഈ ഒരു വനിതാ അംഗത്തിൻ്റെ വോട്ടാണ് അസാധുവായത്. ഈ അംഗത്തെയായിരുന്നു, അതായത് വോട്ട് അസാധുവായ അംഗത്തെയായിരുന്നു ആദ്യം UDF പഞ്ചായത്ത് പ്രസിഡന്റിനായി മത്സരത്തിനായി തീരുമാനിച്ചത്. പിന്നീട് ഈ അംഗത്തെ മാറ്റിയതോടു കൂടിയിട്ട് ഈ അംഗത്തിൻ്റെ വോട്ട് അസാധുവായി പോകുകയായിരുന്നു. ഇവിടെ തന്നെ കാര്യം വ്യക്തമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വോട്ട് തനിയെ അങ്ങ് അസാധുവാക്കി കളഞ്ഞു. അതോടുകൂടി എന്തുണ്ടായി? അവിടെ BJP അധികാരത്തിലേറി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ തവണകളായി LDFും അതുപോലെ തന്നെ UDFും ഭരിച്ചു വന്നിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. ഇത്തരത്തിൽ ഈ പഞ്ചായത്തിലാണ് UDFന്റെ ഒരു അംഗം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയതിന്, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത്. ഈ മാറ്റം ഉണ്ടായതോടുകൂടി എന്നാൽ പാർട്ടി ഇനി ജയിക്കേണ്ട, അധികാരം പിടിക്കേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുകയും സ്വാഭാവികമായിട്ടും ഈ വോട്ട് അസാധുവാക്കുകയും ചെയ്തത്. ഇതോടെ BJP അവിടെ അധികാരത്തിലെത്തി എന്നുള്ള എത്തുകയാണ് ഉണ്ടായത്. എന്തിനേലും ഈ പ്രശ്നവും അല്ലെങ്കിൽ ഈ വിഷയവും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെയും കോൺഗ്രസിലെ പ്രവർത്തകർ തന്നെ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു വരുന്ന സാഹചര്യങ്ങളുമുണ്ട്.